സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവ സ്നേഹമെത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾക്ക് അല്പസമയം ദൈവചിന്തയിലേക്ക് കടന്നു പോകാം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ മാതൃക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. മനുഷ്യൻ്റെ കണങ്കാലിലും പാദത്തിലും 100-ലധികം പേശികളും ടെൻഡോണുകളും ലിഗ്മെൻറ്റുകളും 26 വ്യത്യസ്ത അസ്ഥികളും 33 പ്രത്യേക സന്ധികളും അടങ്ങിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളുടെ പാദങ്ങൾ ബഹുമുഖമായതിനാൽ അതിശയിക്കാനില്ല. ചില ആളുകൾക്ക് കൈകളുടെ സ്ഥാനം പോലും കാലുകൾ ഏറ്റെടുക്കുന്നു. അരിസോണയിൽ നിന്നുള്ള മോട്ടിവേഷണൽ സ്പീക്കറായ ജെസിക്ക കോക്സ് ജനിച്ചത് ജന്മനാ തന്നെ കൈകളില്ലാതെയാണ്. മാത്രമല്ല, സാധനങ്ങൾ നീക്കാനും കാർ ഓടിക്കാനും സൈക്കിൾ ഓടിക്കാനും സ്കൂബ ഡൈവിങ്ങിൽ സ്വയം മുന്നോട്ട് പോകുവാനും അവളുടെ പാദങ്ങൾ ഉപയോഗിച്ചിരുന്നു. തായ്ക്കൊണ്ടോയിൽ ആദ്യമായി ബ്ലാക്ക് ബെൽറ്റ് നേടുന്ന കൈയില്ലാത്ത വ്യക്തി ജെസിക്ക കോക്സാണ്. അതുപോലെ തന്നെ അതീവ സൂക്ഷ്മമായി ചെയ്യേണ്ടതായ കണ്ണുകളിലെ ലെൻസ് മാറ്റുന്ന പ്രക്രിയ പോലും അവൾ തൻ്റെ കാലുകൾ കൊണ്ട് ചെയ്തിരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് മുട്ടുകുത്തി പൊടിയും അഴുക്കും കഴുകാൻ തുടങ്ങിയപ്പോൾ അവരുടെ മലിനമായ പാദങ്ങളെക്കാൾ അവരുടെ മലിനമായ ഹൃദയങ്ങളിലാണ് അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തീർച്ചയായും അവൻ്റെ പ്രതീകാത്മ പ്രവൃത്തി ആഴമേറിയ അർത്ഥങ്ങൾ നിറഞ്ഞതാണ്. ശിഷ്യന്മാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യേശുവിൻ്റെ രാജ്യത്തിൽ മാന്യസ്ഥാനങ്ങൾ നേടുന്നതിനെക്കുറിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ വലിയനായിരിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ യേശു മുമ്പ് വെളിപ്പെടുത്തിയത് അവർ മറന്നുപോയി. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രനെ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 27-28 വാക്യങ്ങളാണ്. നമുക്ക് അത്യന്തം ആവശ്യമായ ക്രിസ്തുവുമായുള്ള അടുത്ത കൂട്ടായ്മ ലഭിക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങൾ താഴ്മയുള്ളതായിരിക്കണം. സ്വാർത്ഥത നിറഞ്ഞതായ ആഗ്രഹങ്ങൾ, നീരസം, അഹങ്കാരം, അസൂയ എന്നിവയിൽ നിന്നെല്ലാം നമ്മൾ വിമുക്തയുള്ളവരായിരിക്കണം. ഇതിൽ നിന്നെല്ലാം വിമുക്തി നേടണമെങ്കിൽ നമ്മൾ നമ്മളുടെ ഹൃദയങ്ങളെ കഴുകി വൃത്തിയാക്കണം. യേശുവിന് മാത്രമേ നമ്മിൽ ഇത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിൽ എല്ലാ സൃഷ്ടികളുടെയും രാജാവ് ഒരു ദാസൻ്റെ രൂപം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് കാൽ കഴുകൽ എന്ന താഴ്മ സ്വർഗ്ഗത്തിൽ കാണിക്കുന്ന മഹത്വത്തിൽ നിന്നുള്ള ഉത്തമ മാതൃകയെ കീഴടങ്ങലിനെ അനുസ്മരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന അവൻ്റെ നിർദ്ദേശം നിറവേറ്റുന്നതിൽ
മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അവനെ ബഹുമാനിക്കുന്നതിനുള്ള ശരിയായ ആത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക. ഈ ഒരു ചിന്ത കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ഈ ചിന്ത എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ താഴ്ത്തി കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് മുഖ്യ സ്ഥാനങ്ങളല്ല, മറിച്ച് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ആ മാതൃകയായിരിക്കണം എന്നും നമ്മുടെ മുന്നിലുള്ളത്. ശിഷ്യന്മാർ ഒരുപക്ഷെ ദൈവരാജ്യത്തെപ്പറ്റി ചിന്തിച്ചപ്പോൾ അവർ കരുതിയത് ദൈവത്തിൻ്റെ രാജ്യം ആസന്നമാകുമ്പോൾ അല്ലെങ്കിൽ അത് സമീപിച്ചിരിക്കുമ്പോൾ അവർക്കവിടെ മുഖ്യ സ്ഥാനങ്ങൾ ലഭിക്കും എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല, ഏത് പന്തിയിലും എവിടെ ഒന്നാമനാകുവാൻ തൻ്റെ ദാസന് ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതായ ആ തിരുവചന സത്യം കർത്താവായ യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ അവരെ അത് മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്. നമ്മളും അപ്രകാരമായിരിക്കണം. നമ്മൾ ഓരോരുത്തർക്കും ദാസന്മാരായിരിക്കണം. ദൈവിക ശുശ്രൂഷ എന്ന ആ കടമ നമുക്ക് നിറവേറണമെങ്കിൽ നമ്മൾക്ക് താഴ്മയുടേതായ ഒരു അനുഭവം നമ്മൾക്കും ഉണ്ടാകണം. അപ്രകാരമുള്ള ആ അനുഭവം അല്ലെങ്കിൽ ആ താഴ്മയുടേതായ അനുഭവം നമ്മൾക്കേവർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലും വസിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ ക്രിസ്തുവിൻ്റെ ആ മാതൃക നമ്മൾ പിന്തുടരണം. അതിനായിട്ട് ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ അടിയങ്ങളെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിൽ അല്പസമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് അടിയങ്ങൾക്ക് ലഭിച്ച ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് അടിയങ്ങൾക്ക് നൽകിയ മാതൃക എന്നും അടിയങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കുമാറാക്കണമെന്ന് യാചിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ളതായ എല്ലാ കൃപകളെയും അടിയങ്ങൾക്ക് അവിടെ നൽകുമാറാകണമെന്ന് യാചിക്കുന്നു. ഈ ചിന്ത കേട്ട ഓരോ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി എന്നും തുടരുവാനായിട്ട് അടിയങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾക്കായി ജീവൻ വെച്ച് പൊന്നേശ്വരൻ്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ കേട്ട് ഉത്തരം നൽകുമാറാകണമേ.